ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8th സ്റ്റാൻഡേർഡിന്റെ ക്ലാസ്സിലേക്ക്, സംസ്കൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് ലെസൺ തീരാറായിരിക്കുകയാണ്. ആ സെക്കൻഡ് ലെസണിൽ എന്ത് പറ്റി? അവസാനം സർവേ പക്ഷിണഃ എന്ത് ചെയ്തു? ജാലമാദായ ഉത്പതിതാഹ. സർവേ പക്ഷിണഃ ജാലമാദായ ഉത്പതിതാഹ. ബാക്കി നോക്കിയുള്ളൂ. ടെക്സ്റ്റ് പേജ് നമ്പർ 13. അനന്തരം സ വ്യാഘഃ സുദൂരാത് ജാലാപഹാരകാൻ താൻ അവലോക്യ പശ്ചാത് അഥാവത്. അനന്തരം ദെൻ പിന്നീട് സവ്യാധഃ വ്യാധൻ എന്ത് ചെയ്തു? വ്യാധ അറിയാലോ എന്താണെന്ന്. സുദൂരാ ജാല അപഹാരകാൻ താൻ അവലോക്യ. താൻ ദ്വിതീയ വിഭക്തിയാണ്. സഹ തൗത്തെ തം തൗ താൻ. അവരെ. താൻ അവലോക്യ നോക്കിയിട്ട്. കാൻ അവലോക്യ ജാല അപഹാരകാൻ താൻ. ജാലം ഒട്ടിച്ചോണ്ട് പോയ അവരെ. താൻ ജാല അപഹാരകാൻ താൻ അവലോക്യ. പശ്ചാത്ത് അഥാവത്. പശ്ചാത്ത് പിന്നാലെ പോയി. എന്ത് ചെയ്തു? അഥാവത്ത്. അഥാവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധാവ് ധാതുവാണ്. അഥാവതോടി. ധാവ് ധാതുവാണ് അഥാവത്ത്. അഥാവത് ധാവ് ധാതു. പിന്നെ ഏത്? പരസ്മൈപതിയാണ്. പരാന്നിങ്ങനെ എഴുതിയിട്ടുള്ളൂ. പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചനമാണ്. ബാക്കി രൂപങ്ങളും പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഇത് ലങ് ആണ്. പരസ്മൈപതി ലങ് ആണ്. ലങ് ഷോസ്. ലങ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അപ്പം ബാക്കി രൂപങ്ങൾ നോക്കിക്കോളൂ. അഥാവത്, അഥാവതാം, അഥാവൻ. ഇതുപോലെ നേരത്തെ വന്നതെല്ലാം അഭവത്ത്. ഭവതി എന്നുള്ളതിന്റെ ലങ്ങാണ്. ഭവതി, ഭവതഃ, ഭവന്തി വർത്തമാനകാലം ലട്ട്. ഇത് ലങ്ങാണ്. ലങ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ഇതിന്റെ ലട്ട് എങ്ങനെ വരും? ധാവതി, ധാവതഃ, ധാവന്തി ഓടുന്നു. മറ്റത് ഓടി, പാസ്റ്റ് ടെൻസ്. അപ്പൊ അഥാവത്, അഥാവതാം, അഥാവൻ. കഹ അഥാവത്? ആരാണ് ഓടിയത്? വ്യാധഃ. വ്യാധനല്ലേ ഓടിയത്. പരം തസ്യ ദൃഷ്ടിപഥാ ദൂരം ഗതേഷു പക്ഷിഷു സ വ്യാധോ നിവൃത്തഃ. പരം എന്നാൽ എന്ത് സംഭവിച്ചു? തസ്യ ദൃഷ്ടിപഥ. കസ്യ ദൃഷ്ടിപരാ? വ്യാധസ്യ. വ്യാധന്റെ ദൃഷ്ടിപഥം, കാഴ്ച. പഥ ദൂരം ഗതേഷു. സർവേ ഗതേഷു. എവിടെ? ദൂരം ഗതേഷു. ദൂരം മാറി, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത സ്ഥലത്ത്. പക്ഷിഷു സപ്തമി ഏകവചനം. അതുകൊണ്ടാണ് ഗതേഷുവും സപ്തമി ഏകവചനം പറഞ്ഞത്. പക്ഷിഷു സ വ്യാധോ നിവൃത്തഃ. സ വ്യാധ നിവൃത്തഃ. അത് റിട്ടേൺ, തിരിച്ചു വന്നു. അഥ വ്യാധം നിവൃത്തം ദൃഷ്ട്വാ കപോതഃ ഉക്തവന്തഃ. അഥ അനന്തരം വ്യാധം നിവൃത്തം ദൃഷ്ട്വാ. ദൃശ് പ്ലസ് ത്വ എന്ന പ്രത്യേകം. ദൃഷ്ട്വാ ദൃശ് എന്ന ധാതുവിനോടുകൂടി ക്ത്വ എന്ന പ്രത്യയം ചേർത്തപ്പോഴാണ് ദൃഷ്ട്വ വന്നത്. ക്ത്വാന്ത പ്രത്യയം. ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത്. ദൃഷ്ട്വ കപോത. അവരെ കണ്ടിട്ട്, മടങ്ങി വരുന്നത് കണ്ടിട്ട്. കപോതഃ ഉക്തവന്തഃ. കപോതം പറഞ്ഞു. ഇപ്പൊ ദൃഷ്ട്വ എന്നുള്ളത് പാസ്റ്റ് ടെൻസിന്റെ മീനിങ് അല്ലേ വരുന്നത്? കണ്ടു കഴിഞ്ഞിട്ടാണ്. ഉക്തവന്തഃ എന്താ പറഞ്ഞത്? സ്വാമിൻ കിം ഇദാനീം കർത്തും ഉചിതം. നീ എന്താ ചെയ്യേണ്ടുന്നത്? സ്വാമിൻ ആരെ വിളിച്ച് പറയുകയാണ്? ആരാണ് അവിടുത്തെ? അവരുടെ രാജാവിനെ വിളിച്ച് പറയുകയാണ് അല്ലേ? കപോത രാജാവ് ചിത്രഗ്രീവ അല്ലേ? ചിത്രഗ്രീവ. അതാണ് സ്വാമിനെന്ന് വിളിക്കുന്നത്. സ്വാമിൻ ചിത്രഗ്രീവനെ വിളിക്കുകയാണ്. സ്വാമിൻ അസ്മാകം കിം ഇദാനീം കർത്തും ഉചിതം. കർത്തും അത് ഇതുപോലെ ദൃഷ്ട്വ കൃതാന്തമാണ്.
കർത്തും തുമിൻ എന്നുള്ള പ്രത്യേകം നിങ്ങൾ പിന്നെ പഠിക്കും. തുമിൻ എന്നൊരു പ്രത്യേകം ചേർക്കുമ്പോൾ കർത്തും ചെയ്യുവാൻ, കൃ ധാതുവാണ്. കൃ എന്ന് പറഞ്ഞാൽ ഡു എന്നുള്ള അർത്ഥത്തിൽ. കർത്തും ചെയ്യുവാൻ. സ്വാമിൻ കിം ഇദാനീം. ഇദാനീം എന്ന് പറഞ്ഞാൽ കിം പ്ലസ് ഇദാനീമാണ് കിം ഇദാനീം. അവിടെ നൗ എന്നുള്ള അർത്ഥമാണ്. ഇദാനീം നൗ ഇപ്പോൾ. കർത്തും ഉചിതം. ഇനി ശരിയായി എന്താണ് ചെയ്യാനുള്ളത് സ്വാമിൻ? ഇനി എന്താ ചെയ്യുന്നത്? ചിത്രഗ്രീവ ഉവാച. ചിത്രഗ്രീവൻ ഉവാച മറുപടി നൽകി. റിപ്ലൈഡ്. എന്താ റിപ്ലൈ? പ്രിയ കപോത, അസ്മാകം മിത്ര ഹിരണ്യകോ നാമ മൂഷകരാജ ഗണ്ഡകീ തീരെ ചിത്രവനെ നിവസതി. നിവസതി കഹ നിവസതി? മൂഷകരാജൻ രാജ നിവസതി. മൂഷകരാജൻ. മൂഷികനാരാണ്? എലി, മൗസ്. മൗസുകളുടെ രാജാവാണ് മൂഷകരാജ. തസ്യ നാമ കിം? ഹിരണ്യകഃ. അദ്ദേഹത്തിന്റെ ആ മൂഷകരാജാവിന്റെ പേരാണ് ഹിരണ്യകഃ. ഹിരണ്യകഃ കുത്ര നിവസതി? എവിടെ വസിക്കുന്നു? ഗണ്ഡകീ തീരെ. ഗണ്ഡകീ തീരെ ചിത്രവനെ. ഗണ്ഡകീ തീരത്തിൽ, ചിത്രവനത്തിൽ. സപ്തമി ഏകവചനം. ചിത്രവനത്തിൽ. കഹ നിവസതി? മൂഷകരാജ. ആരാണ്? ഹിരണ്യകഃ. നിവസതി വസിക്കുന്നു, താമസിക്കുന്നു. സോ അസ്മാകം പാഷാൻ ദന്തബലേന ഛേത്സ്യതി. സോ അസ്മാകം എന്ന് പറഞ്ഞാൽ സഹ പ്ലസ് അസ്മാകമാണ്. സോ അസ്മാകം. അവിടെ ഒരു പ്രസ്ലേഷൻ ഇൻ എസ് പോലെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് ആ ഒന്ന് എന്ന് കാണിക്കാൻ വേണം. സഹ പ്ലസ് അസ്മാകം. സോ അസ്മാകം പാഷാൻ. പാഷ എന്ന് പറഞ്ഞാൽ കയർ അല്ല, മറ്റേ കെട്ടിയിട്ടിരിക്കുന്നതേ, മറ്റേ നെറ്റ് കെട്ടുന്ന ചരട്. പാഷാൻ പാശങ്ങളെ. അത് ദ്വിതീയ വിഭക്തി. പാശാൻ പാശത്തെ, പാശങ്ങളെ. ബഹുവചനം. ദന്തബലേന. ദന്തബലേന വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടീത്ത്. അവരുടെ പല്ലുകൊണ്ട്, പല്ലിന്റെ സഹായത്താൽ. ബലേന ബലശക്തിയാൽ. അത് തൃതീയ ഏകവചനം. ദന്തബലേന ഛേത്സ്യതി. ഛേത്സ്യതി എന്നുള്ളതാണ് വാക്കാണ്. ഛേത്സ്യതി. അത് ഛേത്സ്യതി. ബാക്കി രൂപം വരുന്നത് ഛേത്സ്യതഃ. ഛേത്സ്യന്തി. എന്താ ഇതിന്റെ അർത്ഥം? ഇത് വന്നിട്ട് ലിറിട്ടാണ്. ലിറിട്ട് എന്താ കാണിക്കുന്നത്? ലിറിട്ട് എന്തിനെ കാണിക്കുന്നു? ഫ്യൂച്ചർ ടെൻസ്. ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഭാവി കാലത്തെയാണ് ലിറിട്ട് കാണിക്കുന്നത്. പരസ്മൈപതി തന്നെയാണ്. അതിന്റെ രൂപങ്ങളാണ് ഛേത്സ്യതി, ഛേത്സ്യതഃ, ഛേത്സ്യന്തി. കട്ട് ചെയ്യുക എന്നുള്ളതാണ്. വിൽ കട്ട് ചെയ്യും, കട്ട് ചെയ്യും. എന്താണെന്നാണ്? കഹ ആരാ? ഹിരണ്യകഃ. ഹിരണ്യകഃ മൂഷകരാജ അല്ലെ? സോ അസ്മാകം. സഹ എന്ന് പറഞ്ഞാൽ മൂഷകരാജ അല്ലെങ്കിൽ ഹിരണ്യകഃ. അസ്മാകം നമ്മുടെ. അസ്മാകവും ഞാൻ പല പ്രാവശ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. അസ്മാകം നമ്മുടെ. പാശാൻ പാശങ്ങളെ. ഹൽ ദന്തബലേന പല്ലിന്റെ സഹായത്താൽ. ഛേത്സ്യതി കട്ട് ചെയ്യും. ഏതത് ആലോച്യ സർവേ ഹിരണ്യകസ്യ വിവരസമീപം ഗതാഹ. ഏവം ആലോച്യ. ആലോചിച്ചിട്ട്. ല്യപന്തമാണത്. ആലോച്യ സർവേ എല്ലാവരും എന്ത് ചെയ്തു? ഹിരണ്യകസ്യ ഷഷ്ടി ഏകവചനം. ഹിരണ്യകന്റെ വിവരസമീപം ഗതാഹ. വിവരം എന്താണെന്നാണ്? വിവരം ഹോൾ. പിന്നെ മറ്റേ ഇതിന്റെ എലികളൊക്കെ താമസിക്കുന്നത് എന്താണെന്നാണ്? ദ്വാരം ഉണ്ടാക്കിയാൽ എലി മാളം എന്ന് പറയും. വിവര സമീപം ഗതഹ. വിവരം എന്ന് പറഞ്ഞാൽ ഹോൾ. വിവര സമീപം, വിവരത്തിന്റെ സമീപം, ഹോളിന്റെ സമീപം ഗതാഹ. എല്ലാവരും ചെന്നു. ഹിരണ്യകശ്ച സർവദാ അനിഷ്ടശങ്കയാ ശതദ്വാരം വിവരം കൃത്വാ നിവസതി. ഹിരണ്യകഃ നിവസതി. കഥം നിവസതി? എങ്ങനെയാണ് നിവസിക്കുന്നത്? അവിടെ വസിക്കുന്നത് ശതദ്വാരം വിവരം കൃത്വ. ശതദ്വാരം. ശതം എന്ന് പറഞ്ഞാൽ എത്ര? 100. ദ്വാരം ഹോൾ. 100 ഹോൾ ഉണ്ടാക്കിയിട്ട്. കൃത്വ പ്ലസ് ത്വ അവിടെ നേരത്തെ വന്നത്. നിവസതി താമസിക്കുകയാണ്. കിമർത്ഥം? എന്തിനു വേണ്ടി അങ്ങനെ താമസിക്കുന്നു? അനിഷ്ടശങ്കയാ. അനിഷ്ടശങ്ക. ന ഇഷ്ടശങ്കയാണ് അനിഷ്ടശങ്ക. ന ഇഷ്ടശങ്ക. ഇഷ്ടശങ്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട. അനിഷ്ട എന്ന് പറഞ്ഞാൽ ഇല്ല, അതായത് സംശയം എന്നുള്ള അർത്ഥത്തിൽ. അനിഷ്ടം എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുമോ? മനസ്സിലായില്ല? അപ്പൊ അനിഷ്ടശങ്കയാ വിവരം കൃത്വ നിവസതി. തതഃ ഹിരണ്യകഃ കപോദാനാം അപവാദഭയാത് ചകിതസ്തൂഷ്ണീം സ്ഥിതഃ. തതഃ ദെൻ അനന്തരം
ഹിരണ്യകഃ കപോദാനാം കപോദങ്ങളുടെ ഷഷ്ടി ബഹുവചനം കപോദങ്ങളുടെ അവപാദം എന്ന് പറഞ്ഞാൽ വീഴും എന്നുള്ള ഭയത്താൽ എൻ്റെ ദേഹത്തൊട്ടം വന്ന് വീഴുവോ എന്നുള്ള ഭയത്താൽ, അതാണ് അവപാദ ഭയാത്. അത് പഞ്ചമി ഏകവചനം. വീഴുമെന്ന ഭയത്താൽ ചകിതനായി പേടിച്ചിട്ട് തൂഷ്ണീം എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ സ്ഥിത അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വിളി വരാത്തത്. അപ്പോൾ ഇവിടെ ശതദ്വാരം കൃത്വ, എന്തിനാണ് ശതദ്വാരം കൃത്വം? ഓരോ ഏത് വഴി വന്ന് വീണാലും ഏതെങ്കിലും ഒരു ഹോളിൽ കൂടെ പുറത്ത് ചാടാമല്ലോ എന്ന് കരുതിയാണ് മറ്റേ ഹിരണ്യൻ അന്ന് അങ്ങനെ ചെയ്തത്. ചിത്രഗ്രീവ ഉവാച, ചിത്രഗ്രീവൻ പറഞ്ഞു, മറുപടി പറഞ്ഞു, സഖേ ഹിരണ്യക കിം അസ്മാഭിഹി സഹ ന സംഭാഷസേ കിം ചോദിക്കുകയാണ്. ഹിരണ്യക കിം അസ്മാഭിഹി, ഇത് നേരത്തെ പല പ്രാവശ്യം മയാവാഭ്യം അസ്മാഭി നമ്മളോട്, അല്ല തൃതീയ ബഹുവചനം. കിം അസ്മാഭിഹി സഹ വിത്ത് കൂടെ, ന സംഭാഷസേ നേരത്തെ സംഭാഷത്തെ എന്നുള്ളത് പിന്നെ പരസ്മൈപതി ആത്മനേപതിയുണ്ട്, അതിൽ ആത്മനേപതിയാണ്. സംഭാഷസേ അത് ആത്മനേപതിയാണ്. മുഴുവൻ എഴുതില്ല, പതി പിന്നെ ലട്ടാണ്. ലട്ട് മധ്യമ പുരുഷ ഏകവചനമാണ്. മധ്യമ പുരുഷ ഏകവചനം. അപ്പം സംഭാഷസേ, സംഭാഷേഥേ, സംഭാഷത്വേ എന്നാണ് വരുന്നത്. സംഭാഷസേ, സംഭാഷത്വേ, സംഭാഷേഥേ, സംഭാഷത്വേ. ഇത് മറ്റതുപോലെയല്ല, പരസ്മൈപതി പോലെയല്ല, ആത്മനേപതി വ്യത്യാസമാണ്. പക്ഷെ ലട്ട് തന്നെയാണ്, വർത്തമാനകാലത്തെയാണ് കാണിക്കുന്നത്. സംഭാഷസേ എന്തുകൊണ്ടാണ് സംഭാഷതയെ പറഞ്ഞത് ഇത് എന്താണ്? മധ്യമ പുരുഷനാണ്. എന്തുകൊണ്ടാണ് സംഭാഷസേ? ഇപ്പൊ ഭവതി ഭവതഃ ഭവതി പ്രഥമ, മധ്യമ ഭവസി ഭവതഃ ഭവസി വന്നില്ല. അപ്പൊ ത്വം ഭവസി, അതുപോലെ ത്വം സംഭാഷസേ എന്നാണ്. ത്വം ആരാണ് ഇവിടെ? ഹിരണ്യകഃ. ത്വം എന്തുകൊണ്ടാണ് ഞങ്ങളോട് മിണ്ടാതിരിക്കുന്നത് എന്താ ചോദിച്ചു. തതഃ, തതോ എന്ന് പറഞ്ഞാൽ തതഃ ഹിരണ്യകഃ തദ്വചനം പ്രത്യഭിജ്ഞായ ആനന്ദേന ത്വരയാ ബഹിഃ നിസൃത്യ അബ്രവീത്. തതഃ അനന്തരം ഹിരണ്യകഃ പ്ലസ് തദ് വചനം, ഹിരണ്യകഃ തദ് വചനം. തദ് വചനം എന്ന് പറഞ്ഞാൽ ആരുടെ വചനം? ചിത്രഗ്രീവസ്യ വചനം. പ്രത്യഭിജ്ഞായ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്തു, ഇത് ചിത്രഗ്രീവനല്ലേ, എൻ്റെ ഫ്രണ്ടല്ലേ എന്നുള്ള രീതി. പ്രത്യഭിജ്ഞായ ആനന്ദേന, സന്തോഷത്തോടെ, തൃതീയ ഏകവചനം. ത്വരയ എന്ന് പറഞ്ഞാൽ സൂൺ, പെട്ടെന്ന്, ബഹിഹി വെളിയിലിറങ്ങി, വെളിയിൽ, നിസൃത്യ പുറത്തേക്ക് വന്ന്, അബ്രവീത് ടോൾഡ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആഹ പുണ്യവാൻ അസ്മി എന്ന് പറഞ്ഞ അസുധാതു നിങ്ങൾ പറഞ്ഞു. അസ്തിത്വ സന്ധി, അതിന്റെ ഉത്തമ പുരുഷ ഏകവചനമാണ് അസ്മി സ്വഹ സ്മഹ, അഹം അസ്മി ഞാനാകുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ പുണ്യവാൻ അസ്മി, ഞാൻ പുണ്യവാനായി. എന്തുകൊണ്ടാണ്? മമ പ്രിയ സുഹൃത്ത് ചിത്രഗ്രീവഃ സമായാതഃ, ഹിരണ്യകം പറഞ്ഞാണ്, എൻ്റെ പ്രിയ സുഹൃത്ത് ചിത്രഗ്രീവൻ വന്നല്ലോ. അഹം പുണ്യവാൻ അസ്മി എന്ന് പറഞ്ഞു. അവിടെ അസ് ധാതുവാണ്, പരസ്മൈപതിയാണ്, ലട്ടാണ്. അതിന്റെ ബാക്കി രൂപങ്ങൾ പ്രഥമ പുരുഷൻ വന്നപ്പോൾ അസ്തി സ്തഹ സന്തി, ബാലഹ അസ്തി ബാലോ സ്തഹ ബാലാഹ സന്ധി വരുന്നു. ഇനി അടുത്ത ത്വം വരുമ്പോഴാണ് അസി മധ്യമ പുരുഷൻ വരുന്നത്. അസി സ്തഹ സ്ത, ത്വം അസി. അസ്മി വരുന്ന എങ്ങനെയാണ്? ഉത്തമ പുരുഷ, അത് അഹം അസ്മി ഞാനാകുന്നു, അഹം ആവാം സ്വഹ വയം സ്മഹ. അപ്പൊ ഇവിടെ അസ്മി പറഞ്ഞത് അഹം അസ്മി. ആരാണ് അവിടെ അഹം? ആരാണ്? ഹിരണ്യകഃ അല്ലേ? ഹിരണ്യകൻ എന്ത് ചെയ്തു? ഞാൻ
സന്തുഷ്ടനായി എന്നുള്ളത് കാണിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് പേജ്. പാശബദ്ധാൻ കപോദാൻ ദൃഷ്ട്വാ സവിസ്മയം ക്ഷണം സ്ഥിത്വാ വദത്. പാശബദ്ധാൻ കപോദാൻ ദൃഷ്ട്വാ, ദൃശ്യ പ്ലസ് ത്വ ദൃഷ്ട്വാ നേരത്തെ വന്നു. കപോദാൻ ദൃഷ്ട്വാ, ഈ ദൃശ്യ കപോദാൻ പാശബദ്ധാൻ കെട്ടപ്പെട്ട് കിടക്കുന്ന ആ കപോദങ്ങളെ കണ്ടിട്ട് സവിസ്മയം ക്ഷണം സ്ഥിത്വാ വദത്. ക്ഷണം സ്ഥിത്വാ സ്ഥാധാതുവിനോട് ക്വാന്തം ചേർത്തപ്പോഴാണ് സ്ഥിത്വ. അവദത് ടോൾഡ് പറഞ്ഞു. സഖേ കിമേതത്, എന്താ വാട്ട് ഹാപ്പൻഡ്? ചിത്രഗ്രീവോ അവദത്. ചിത്രഗ്രീവ പ്ലസ് അവദതാണ് ചിത്രഗ്രീവ അവദ. ചിത്രഗ്രീവൻ പറഞ്ഞു എന്താ? സഖേ ഏതത് അസ്മാകം വിചാരഹീനതായാഹ ഫലം. ഏതത് ദിസ് എന്താണ്? അസ്മാകം നമ്മുടെ വിചാരഹീനതായാഹ. വിചാരഹീനത എന്ന് പറഞ്ഞാൽ വീണ്ടും വിചാരമല്ല ചെയ്യാന്ന് പറയില്ലേ, എടുത്തുചാട്ടം, അതിന്റെ ഫലമാണ്. തതു ശ്രുത്വ, അത് കേട്ടിട്ട്, ഹാവിങ് ഹേർഡ് ദിസ്, ശ്രുവിന്റെ കൂടെ ത്വാ ചേർത്തു, ശ്രുത്വ ക്വാന്തം. ഹിരണ്യകഃ ചിത്രഗ്രീവസ്യ ബന്ധനം ചേത്തും സത്വരം ഉപസർപ്പതി. ഉപസർപ്പതിനടുത്തേക്ക് വന്നു. ഹിരണ്യകഃ ചിത്രഗ്രീവസ്യ ബന്ധനം ശ്രേത. ആദ്യം ചിത്രഗ്രീവന്റെ ബന്ധനം കട്ട് ചെയ്യാൻ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? തഥാ ചിത്രഗ്രീവോ അവധ. ചിത്രഗ്രീവ പ്ലസ് അവധതാണ് ചിത്രഗ്രീവോ അവധ. അവിടെ ഒരു എസ് വേൾഡ് കൊടുത്തിരുന്ന പ്രസ്ലേഷനാണ് ഉണ്ടെന്ന് കാണിക്കാൻ. മിത്ര മാമായേവം, വേണ്ട അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. പിന്നെയോ പൂർവം ഫസ്റ്റ് എന്ത് ചെയ്യണം? മദാശ്രിതാനാം ഏതേഷാം പാശാൻ ചിനത്തു. മദാശ്രിതാനാം, മദ് ആശ്രിതാനാം, എന്നെ ആശ്രയിച്ചിരിക്കുന്ന ആശ്രിതാനാം, മദ് ആശ്രിതാനാം ഏതേഷാം പാശാൻ, ഇവരുടെ, ഏതേഷാം ഷഷ്ടി ബഹുവചനം, ഏതേഷാം പാശാൻ പാശങ്ങളെ ദ്വിതീയ ബഹുവചനം, ചിനത്തു അവരാദ്യം അഴിക്കൂ, പശ്ചാത് ദെൻ പിന്നീട്, നെക്സ്റ്റ് മമ, അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ മമ. മമ അവയോഹോ അസ്മാകം പഠിപ്പിച്ചു ചെയ്യണം. ഏതദാകർണ്യ, ഏതത് പ്ലസ് ആകർണ്യ. ഹാവിങ് ഹേർഡ് ദിസ് ഹിരണ്യകഃ പ്രകൃഷ്ടമനാഹ പുളകിതഃ സൻ അബ്രവീത്. ഹിരണ്യകഃ എന്ത് ചെയ്തു? പ്രകൃഷ്ടമനാഹ മനസ്സ് സന്തോഷമുണ്ട്, സന്തോഷവും പുളകിതഃ സന്തോഷത്താൽ പുളകിതനായി. അബ്രവീത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? സാധുമിത്ര, സാധു, പാവം, എൻ്റെ കൂട്ടുകാരൻ എന്ത് പാവമാണ്. അനേന ആശ്രിത വാത്സല്യേന ത്വം ത്രൈലോക്യസ്യാപി സ്വാമിത്വം പ്രാപ്തും യോഗ്യോ അസി. ത്വം യോഗ്യോ അസി. യോഗ്യ പ്ലസ് അസിയാണ്. അസി ഇവിടെ കണ്ടു, മധ്യപുരുഷൻ. ത്വം യോഗ്യ അസി, എന്തിനു യോഗ്യനായിരിക്കുന്നു? ത്രൈലോക്യസ്യാപി സ്വാമിത്വം, ആശ്രിത വാത്സല്യേന, ആശ്രിത വാത്സല്യത്താൽ, ത്വം ത്രൈലോക്യസ്യാപി സ്വാമിത്വം പ്രാപ്തും യോഗ്യോ അസി. 3 ലോകങ്ങളിലെയും സ്വാമിയാവാനുള്ള അത് അങ്ങയ്ക്കുണ്ട്. എന്തുകൊണ്ടാ? ആദ്യം എൻ്റെ അഴിക്കാൻ മറ്റവരുടെ അഴിക്കാൻ പറഞ്ഞില്ലേ? ആശ്രിത വാത്സല്യമല്ലേ അത് കാണിക്കുന്നത്. തതഃ ഹിരണ്യകഃ സ്വമിത്രൈഃ സഹ സർവേഷാം കപോതാനാം ബന്ധനാനി ചിന്നത്തി സ്മ. തദനന്തരം എന്ത് സംഭവിച്ചു? ഹിരണ്യകൻ സ്വമിത്രൈഃ, മിത്രേണ മിത്രാഭ്യ മിത്രൈഃ, സ്വമിത്രൈഃ മിത്രങ്ങളോട് ഒപ്പം സഹ, വേറെ കൂട്ടുകാരെയും വിളിച്ചു. വേറെ മൂഷകരെ എല്ലാവരെയും വിളിച്ചിട്ട് സർവേഷാം കപോതാന, എല്ലാ കപോതങ്ങളുടെയും ബന്ധനാനി ചിനത്തി സ്മ. ചിനത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ അത് വന്നു, നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചത്. ചിനത്തി ലട്ടാണ്, പ്രസന്റ് ടെൻസ് ആണ്. കട്ട് ചെയ്തു. പക്ഷെ അവിടെ സ്മാ ചേർക്കുമ്പോൾ എന്ത് വരും അർത്ഥം? സ്മാ ചേർത്താൽ, ഒരു വർത്തമാനകാലത്തിനോട് സ്മാ ചേർത്താൽ അവിടെ ഭൂതകാല അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിന്റെ മീനിങ് വരും. അങ്ങനെ കട്ട് ചെയ്തു എന്ന് കാണിക്കുകയാണ്. സർവേ കപോതാഹ പാശവിമുക്താഹ. പാശവിമുക്ത, പാശ എന്ന് വെച്ചാൽ എല്ലാം പൊട്ടിക്കളഞ്ഞു. അഭവൻ, അഭവതാം അഭവൻ. സഹർഷം പുനഃ ഉഡ്ഡീയ ആകാശമാർഗേണ ഗച്ഛന്തഃ. സഹർഷം, ഹർഷേണ സഹിതം, സന്തോഷത്തോടുകൂടി ആകാശമാർഗ ഉഡ്ഡീയ ഗച്ഛന്ത പോയി. സർവേ കപോതാഹ രാജാനം ചിത്രഗ്രീവം പ്രശംസന്തി. ചിത്രഗ്രീവനെ പ്രശംസിച്ചു ഇങ്ങനെ ചെയ്തു കൊടുത്തതിന്. ഭവതഃ നീതിശിക്ഷയ നായകധർമ്മേണ ച വയം സർവേ സുരക്ഷിതാഃ. വയം സർവേ സുരക്ഷിതാഃ, ഞങ്ങളെല്ലാം സുരക്ഷിതരായി. എങ്ങനെ? കഥം? ഭവതഃ നീതിശിക്ഷയ, നീതിശിക്ഷയാലും നായകധർമ്മേണ, നായകൻ ധർമ്മത്താലും, ധന്യാഹ വയം ധന്യാഹ, ഞങ്ങൾ ധന്യരായി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? കഥാം ശ്രാവയിത്വ, ഇത് കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? കഥാം ശ്രാവയിത്വ നായകഃ സർവാൻ സംബോധയതി. നായകഃ കഹ, ആരാ നായകൻ അതിനകത്തുള്ള? സുധീരഃ അല്ലേ, ഫസ്റ്റിൽ പഠിച്ചല്ലേ. നായകഃ സുധീരഃ സർവാൻ സംബോധയ, എല്ലാരോടും പറഞ്ഞു. എന്താ പറഞ്ഞത്?
മിത്രാണി ആപദ്ഗ്രസ്താഹ കപോതാഹ ബുദ്ധിബലേന സംഘടന സാമർഥ്യേന ച ആത്മരക്ഷണം കൃതവന്തഃ. എങ്ങനെയാന്ന് വന്നത് കപോതങ്ങൾ? ബുദ്ധിബലേന. ഒന്ന് ബുദ്ധിബല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റിയത്. പിന്നെ സംഘടന സാമർഥ്യം, സംഘടന ഒന്നിച്ച് എല്ലാ ഗ്രൂപ്പ് അവരെല്ലാവരും കൂടെ യോജിച്ച് യൂണിറ്റി ചെയ്തത് കൊണ്ടും ആത്മരക്ഷണം കൃതവന്തം, നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. തർഹി കിമർത്ഥം വയം സംഘടിതാഹ ഭൂത്വ ആത്മസംരക്ഷണം കർത്തും ന ശക്നുമഹ. ഇനി ഒരു കാര്യം ചെയ്യാനില്ലേ അവർക്ക്? എന്താ? നദ്യാഹ സേതു ഭഗ്നഹ അഭവത്. പഠിച്ചില്ലേ? ആദ്യം വന്നില്ലേ? സേതു ഒക്കെ പൊട്ടിക്കിടക്കുക, അത് ശരിയാക്കണം ഇനി. അപ്പോൾ കർത്തും ന ശക്നുമഹ. ശക്നുമഹ, ശക്നോമി, ശക്നുവഹ, ശക്നുമഹ ഉത്തമ പുരുഷനാണ്. വയം വന്നതുകൊണ്ടാണ് അവിടെ. നമുക്ക് അതെല്ലാം ഒന്നിച്ച് ചേർന്ന് ചെയ്തൂടെ? നായകസ്യ പ്രേരകവചനൈഹി ഉത്സാഹിതാഹ സർവേപി ഭയം ശോകം സന്ദേഹം ച വിഹായ. അവരെല്ലാവരും എന്ത് ചെയ്ത്? വിഹായ, കളഞ്ഞിട്ട്. എന്തൊക്കെ കളഞ്ഞു? ഭയം ശോകം ദുഃഖം സന്ദേഹം, പറ്റുമോ എന്നുള്ള ആ സന്ദേഹം ച വിഹായ സേതു നിർമ്മാണകാരിയെ സംലഗ്ന ജാത. സേതു നിർമ്മാണത്തിൽ സംലഗ്നരായി. ഭഗീരഥ പ്രയത്നൈഹി സേതു നിർമ്മാണം കൃത്വാ തൈഹി സ്വീയ പ്രാണാഹ അന്യേഷാം ച പ്രാണാഹ സംരക്ഷിതാഹ. ഭഗീരഥ പ്രയത്നം പോലെയാണ് സേതു നിർമ്മാണം ചെയ്തിട്ട് സ്വന്തമായിട്ടും എല്ലാവരെയും രക്ഷിച്ച് അവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഈ പാഠം ഇന്ന് തീരുകയാണ്. എൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് പാഠമാണ് പഠിക്കേണ്ടത്? കാരണം സെക്കൻഡ് ടേം ആണിത്. അപ്പോൾ ഞാൻ ഈ ആദ്യം തൊട്ട് എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ സെക്കൻഡ് ടേമിൽ ഏതാണ് പഠിപ്പിക്കേണ്ടത്, ഏത് തൊട്ടാണ് നിങ്ങൾക്ക് തുടങ്ങുന്നത് എന്നൊരു കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഇത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.